നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സ്ഥലമാറ്റ ഹത്യക്കെതിരെ FSCTO കളക്ടറേറ്റ് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച ചരിത്ര പ്രസിദ്ധമായ നെടിയശാല പള്ളി കുദാശയ്ക്കും മാതാവിന്റെ 8 നോമ്പ് തിരുനാൾ ആഘോഷങ്ങൾക്കും ഒരുങ്ങി. ഓഗസ്റ്റ് 15 പാലാ രൂപതാ മെത്രാൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ സ്വാശ്രയ വിഭാഗമായ ന്യൂമാൻ സെൽഫ് ഫിനാൻസിംഗ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര കൊമേഴ്സ് ദിനം ആഘോഷിച്ചു. കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും ജിയോജിത്ത് തൊടുപുഴ ശാഖ മാനേജറുമായ ജിമ്മി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ മോട്ടോർ മസ്ദൂർ സംഘം തൊടുപുഴ ജോയിന്റ് RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം മോട്ടോർ മസ്ദൂർ സംഘം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് AP രജികുമാർ ഉദ്ഘാടനം ചെയ്തു. ഖനന നിയമ ഭേദഗതിക്കെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി VD സതീശൻ. വാർത്തകൾ വിശദമായി. സ്ഥലമാറ്റ ഹത്യക്കെതിരെ FSCTO കളക്ടറേറ്റ് മാർച്ച് നടത്തി. പൈനാവിൽ നിന്നും കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മാനദണ്ഡ വിരുദ്ധ സ്ഥലമാറ്റങ്ങൾ തുടർന്നാൽ ജനകീയമായി പ്രതിരോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. FSCTO ജില്ലാ പ്രസിഡന്റ് MR അനിൽകുമാർ നേതൃത്വം നൽകി. അന്യായവും മാനദണ്ഡ വിരുദ്ധവുമായ സ്ഥലമാറ്റങ്ങളിലൂടെ ജീവനക്കാരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന സർക്കാർ നടപടിക്കെതിരെ ജീവനക്കാരും അധ്യാപകരും FSCTO നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. പൈനാവിൽ നിന്നും കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ പോലീസ് തടഞ്ഞു. തുടർന്ന് FSCTO ജില്ലാ പ്രസിഡന്റ് MR അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ധർണ കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അവർക്ക് പണം സമ്പാദിക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ല. മാനദണ്ഡം പാലിക്കപ്പെട്ടു. ജോലി ചെയ്ത് വൈകുന്നേരം അവരുടെ കുടുംബത്തെ തൊട്ട് അവർ ജീവിക്കേണ്ട മനുഷ്യനല്ലേ. ഈ ജില്ലയുടെ പരിമിതിക്കുൾപ്പെടെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാവണം എന്ന് മാത്രം സൂചിപ്പിച്ചു. ഇവിടെ എല്ലാ മാനദണ്ഡവും മറികടന്നുകൊണ്ടുള്ള നിയമനങ്ങൾ അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാവണം. ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട ജോലി DMO ചെയ്യേണ്ട ജോലി DMO ചെയ്യണം. ആ DMO അല്ലാതെ DMOക്ക് ഏജൻസി ആവശ്യമില്ല. അങ്ങനെ ഏജൻസി വെച്ചുകൊണ്ട് ചെയ്താൽ അങ്ങനെ ചെയ്യുന്നതിനെ നേരിടാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ ആ പ്രക്ഷോഭങ്ങൾക്ക് ഇടുക്കി ജില്ലയിലെ പുരോഗമന പ്രസ്ഥാനത്തിനെയും അതുപോലെ ഇടുക്കി ജില്ലയിലെ തൊഴിലാളി പ്രസ്ഥാനത്തിനെയും എല്ലാ പിന്തുണയും സഹായം ഉണ്ടാകും എന്നോട് ഈ സന്ദർഭം സൂചിപ്പിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടങ്ങളിലേക്ക് വരും നാളുകളിൽ മുന്നോട്ട് പോകണം. തീർച്ചയായും ഒരു ഉദ്യോഗസ്ഥന്റെ ഔദാര്യത്തിന്റെ ഭാഗമല്ല. കാരണം ഗവൺമെന്റ് ഒക്കെ 5 വർഷക്കാലം കഴിയുമ്പോൾ പോകും. എന്നോട് ബഹുമാനപ്പെട്ട ഒരു ബിഷപ്പിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നാളെ തെരഞ്ഞെടുത്താൽ നിങ്ങൾ വരുമെന്നാണ്. പുള്ളി ഏതായാലും വത്തിക്കാനിലേക്ക് പോയി. അതാണ് നിലപാട് ഞങ്ങൾക്കറിയാം. എന്നാൽ അത്ര നിലപാടുകളൊന്നും ഞങ്ങൾ 5 വർഷക്കാലം പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചതാണ്. NGO യൂണിയൻ സംസ്ഥാന ട്രഷറർ TM ഹാജറ, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M രമേശ്, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S സുനിൽകുമാർ, KGOA ജില്ലാ സെക്രട്ടറി ബിജു സെബാസ്റ്റ്യൻ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി CS മഹേഷ്, ജില്ലാ പ്രസിഡന്റ് KK പ്രസഭകുമാർ, FSCTO ജില്ലാ സെക്രട്ടറി TG രാജീവ്, KGNA ജില്ലാ സെക്രട്ടറി എബ്രഹാം ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ഭരണമാറ്റത്തിന്റെ മറവിൽ ജീവനക്കാരെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥലം മാറ്റിയതിന്റെ ആഘാതത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ 2 വിലപ്പെട്ട ജീവനുകളാണ് പൊലിഞ്ഞത്. കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലതയെ അന്യായമായി സെക്ഷൻ മാറ്റി ദ്രോഹിച്ചതിനെ തുടർന്ന് മാനസികമായി തകർന്ന അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആശാലതയുടെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നതിനിടയിലാണ് കണ്ണൂർ ചൊക്കളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായ R ദീപലേഖ സ്ഥലം മാറ്റിയതിന്റെ ആഘാതത്തിൽ കൊഴിഞ്ഞു വീണ് മരിച്ചത്.
മെയ് 4 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന നാൾ മുതൽ ആരംഭിച്ച അന്യായവും മാനദണ്ഡ വിരുദ്ധവുമായ സ്ഥലമാറ്റങ്ങൾക്ക് പ്രോത്സാഹനം നൽകും വിധം സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സംഘടനാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സ്ഥലമാറ്റങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രി പരസ്യ പ്രഖ്യാപനത്തിന് ശേഷമാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ രാധാമണിയെ NGO അസോസിയേഷൻ നേതാവ് സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തി ഹൃദ്രോഗ ബാധിതയാക്കി ICU യൂണിറ്റിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നവീകരിച്ച ചരിത്രപ്രസിദ്ധമായ നെടിയശാല പള്ളി കുദാശയ്ക്കും മാതാവിന്റെ 8 നോമ്പ് തിരുനാൾ ആഘോഷങ്ങൾക്കും ഒരുങ്ങി. ഓഗസ്റ്റ് 15 പാലാരൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറിങ്ങാട്ട് നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെ 8 നോമ്പ് തിരുനാൾ വിവിധ തിരുക്രമങ്ങളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. AD 999 സ്ഥാപിതമായ പുരാതനമായ നെടിയശാല പള്ളിയുടെ നവീകരിച്ച ദേവാലയ കൂദാശ ഓഗസ്റ്റ് 15 രാവിലെ 10 നടക്കും. അഭിവന്ദ്യ പിതാക്കന്മാർക്ക് നൽകുന്ന സ്വീകരണത്തിന് ശേഷം മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൂദാശ കർമ്മവും വിശുദ്ധ കുർബാനയും സന്ദേശവും നൽകും. മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, മാർ ജോർജ് പൊന്നക്കോട്ടിൽ എന്നിവരും ചടങ്ങുകളിൽ പങ്കാളികളാകും. പ്രസിദ്ധമായ 8 നോമ്പ് തിരുനാളിന് ഓഗസ്റ്റ് 31 മാർ ജോർജ് പൊന്നക്കോട്ടിൽ കൊടിയേറ്റി പൊന്തിഫിക്കൽ കുർബാന അർപ്പിച്ച് തുടക്കം കുറിക്കും. തിരുനാളിന് ഒരുക്കമായി ഓഗസ്റ്റ് 27, 28, 29 തീയതികളിൽ റവറന്റ് ഡോക്ടർ ഷാജി പുന്നത്താനത്ത് ഊന്നൽ നയിക്കുന്ന മരിയൻ ധ്യാനവും ക്രമീകരിച്ചിട്ടുണ്ട്. കൂദാശയ്ക്കും തിരുനാളിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 8ാം ഇടമായ സെപ്റ്റംബർ 15 കുർബാനയോടൊപ്പം ജപമാല പ്രദക്ഷിണത്തോടെയും തിരുനാൾ സമാപിക്കും. തീർത്ഥാടകർക്ക് എല്ലാ ദിവസവും പിടിനേർച്ച പ്രത്യേക പാക്കറ്റുകളിൽ നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. പലതവണ പുതുക്കി പണിത ദേവാലയം ആ ദേവാലയം ഇപ്പോൾ ഇതിന്റെ ദേവാലയത്തിന്റെ നവീകരണവും അതിന്റെ കുദാശയുമാണ് ശനിയാഴ്ച ഓഗസ്റ്റ് 15 സ്വർഗാരോഹണ തിരുനാളിന്റെയും അതുപോലെ തന്നെ ഭാരത സ്വാതന്ത്ര്യ ദിനത്തിന്റെയും അന്ന് അഭ്യർത്ഥിയെ കോർമംഗലം മെത്രാൻ അഭ്യർത്ഥി മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിക്കുന്നത്. പള്ളി ഏറ്റവും അവസാനം അതിൻ്റെ 1968 അതിൻ്റെ ഇപ്പോഴുള്ള പള്ളി 999 തുടങ്ങി. അതിനുശേഷം 1869 പള്ളി ആനയുടെ ആക്രമണത്തിൽ തകർന്ന് അതിനുശേഷം മാറി. പിന്നീട് വീണ്ടും തുടങ്ങുന്നത് 1890 ഒരു ഇടവകയായിട്ട് മാറുന്നത് 1930 30 വന്നതിന് ശേഷം പിന്നെ പണിത പള്ളിയാണ് 22 ഒരു പള്ളി പണിതത്. അതിനകത്ത് മാറ്റി അടുത്ത പള്ളിയാണ് 1968 പണിതത്. ആ പള്ളിയുടെ നവീകരണം എന്ന് പറഞ്ഞാൽ ഏകദേശം പള്ളിയുടെ എല്ലാ ഭാഗങ്ങളും പള്ളിയുടെ ഭിത്തി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ നവീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നവീകരണം ഒരു ഏകദേശം 6 മാസക്കാലത്തോളം എടുത്തു. ഇടവകജനത്തിൻ്റെ വലിയ സഹകരണവും അതുപോലെ വലിയ ആഗ്രഹവും പ്രാർത്ഥനയും എല്ലാം കൊണ്ടാണ് ഇത്ര ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. പള്ളിക്ക് 2 സൈഡിലുള്ള ചാർട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയും അതുപോലെ പള്ളിയുടെ സീലിംഗ് അതുപോലെ ധാര സൗണ്ട് സിസ്റ്റം കാൽപ്പരം ഏകദേശം പള്ളി മുഴുവൻ ഭാഗത്തുണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ അന്നത്തെ കുദാശ കർമ്മത്തിലേക്ക് ഒരു ഇടവക സമൂഹത്തിൻ്റെ വലിയൊരു സന്തോഷത്തിൻ്റെ അവസരമാണ്. പ്രത്യേകിച്ച് പ്രവർത്തകരായ നിങ്ങളെല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെ അന്നത്തെ കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പള്ളി വികാരി ഫാദർ ജോസഫ് അത്തിക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജീവൻ മഠത്തിൽ, കൈക്കാരന്മാരായ മാത്യു ജോസഫ് പൂവത്തിങ്കൽ, ബെന്നി കാഞ്ഞിരക്കൊമ്പിൽ, പ്രിൻസ് തൈക്കുന്നൽ, പബ്ലിസിറ്റി കൺവീനർ ജോസഫ് മൂലശ്ശേരി, കമ്മിറ്റി അംഗങ്ങളായ ജോസ് PV, ജോ അഗസ്റ്റിൻ, ജിമ്മി പാലക്കുന്നൽ, പൗലോസ് വടക്കേക്കര, ബെൽജി ജോസഫ്, വിൽസൺ നാക്കുഴിക്കാട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ സ്വാശ്രയ വിഭാഗമായ ന്യൂമാൻ സെൽഫ് ഫിനാൻസിംഗ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര കൊമേഴ്സ് ദിനം ആഘോഷിച്ചു. കൊമേഴ്സിയോ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും ജിയോജിത്ത് തൊടുപുഴ ശാഖാ മാനേജറുമായ ജിമ്മി സെബാസ്റ്റ്യൻ നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കായി വർക്ക്ഷോപ്പ്, ക്വിസ് മത്സരം, എക്സിബിഷൻ തുടങ്ങിയ പരിപാടികളാണ് അന്താരാഷ്ട്ര കൊമേഴ്സ് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ സ്വാശ്രയ വിഭാഗമായ ന്യൂമാൻ സെൽഫ് ഫിനാൻസിംഗ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര കൊമേഴ്സ് ദിനം ആഘോഷിച്ചു.
പ്രാദേശിക ബിസിനസ്സുകളുടെയും സംരംഭകരുടെയും മൂല്യം തിരിച്ചറിയുക, ആഗോളതലത്തിലുള്ള വ്യാപാര ബന്ധങ്ങളും സാമ്പത്തിക വളർച്ചയും ശക്തിപ്പെടുത്തുക, വാണിജ്യരംഗത്തെ സുസ്ഥിരവും ധാർമ്മികവുമായ രീതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് കൊമേഴ്സ് ദിനം ആഘോഷിക്കുന്നത്. കൊമേഴ്സ്യോ എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി വർക്ക്ഷോപ്പ്, ക്വിസ് മത്സരം, എക്സിബിഷൻ തുടങ്ങിയ പരിപാടികളാണ് അന്താരാഷ്ട്ര കൊമേഴ്സ് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും ജിയോജിത്ത് തൊടുപുഴ ശാഖാ മാനേജറുമായ ജിമ്മി സെബാസ്റ്റ്യൻ നിർവഹിച്ചു. ഒരു നല്ല ഐഡിയ ഉണ്ടെങ്കിൽ ട്രില്യൻസ് തരാൻ ആൾക്കാർ റെഡിയാണ്. That means you need not invest any amount, only our intellectual capacity and ideas that matters. അത്ര മാത്രമേ ഇന്ന് വിലമതിക്കുന്നുള്ളൂ. ഒരു ചെറുപ്പക്കാരന്റെ തലയിൽ ഉണ്ടായ ഒരു ചെറിയ ചിന്ത, സൊമാറ്റോ പോലുള്ള ഒരു കമ്പനി ഓർഡർ പ്ലേസ് ചെയ്താൽ മേശപ്പുറത്ത് ഭക്ഷണം എത്തും അല്ലെങ്കിൽ എത്തിക്കുവാനുള്ള ഒരു ഉപാധി, ഒരു ചിന്ത. ആ ഒരു ചിന്ത ഒരു ഹോട്ടൽ തുടങ്ങുക അല്ലെങ്കിൽ ഒരു ഭക്ഷണശാല തുടങ്ങുക എന്ന വെഞ്ചറിന് അപ്പുറം പോയിട്ട് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ 3,06,000 crores ബിസിനസ് ആയി മാറി. 3,06,000 crores, 3,06,000 കോടി രൂപ. ഞാനിത് പറയുമ്പോൾ ഈ ഹാളിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ് നമ്മൾ ഈ പറയുന്നത് സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി എന്നൊക്കെ പറയുന്നത്. നമ്മളെല്ലാം അനുദിനം ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റും അല്ലെങ്കിൽ ഒരു കമ്പനിയുമാണ് അത്. ഇതിനെ എങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങാനുള്ള ഇൻവെസ്റ്റ്മെന്റ് പോലും ഇല്ലാതെ തുടങ്ങിയ ഒരു കമ്പനിയെ 3,06,000 കോടി വാല്യുള്ള ഒരു കമ്പനിയാക്കി മാറ്റിയത് എങ്ങനെയാണ്? അതാണ് ഐഡിയ. അതിനെക്കുറിച്ചാണ് എനിക്ക് അടുത്ത സെഷനിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അപ്പോ ഈ ഐഡിയ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ, നമ്മുടെ ചിന്തകളിലുണ്ട്. ഒരുപക്ഷെ ക്ലാസ്സിലെ ഏറ്റവും ബ്രില്യന്റ് ആയ സ്റ്റുഡന്റ് ആവണമെന്നില്ല ഒരു ബിസിനസ്സുകാരൻ. ഈ കൊമേഴ്സ് ഇന്റർനാഷണൽ കൊമേഴ്സ് ഡേയിൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോടും അനുജത്തിമാരോടും പറയുവാനുള്ളത്, കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡിന്റെ ഒരു സെക്ടറിന്റെ അതിർത്തികൾ വിശാലമാണ്. മറ്റെല്ലാ സബ്ജക്റ്റുകൾക്കും ആരെയും താഴ്ത്തി പറയുന്നതല്ല, ലിമിറ്റേഷൻസ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ലിമിറ്റേഷൻസ് വേൾഡ് ആണ്. വേൾഡിന്റെ ഏത് കോണിൽ വേണമെങ്കിലും നമുക്ക് ബിസിനസ്സുമായി എത്താം. ഒരു കെമിസ്റ്റ് അല്ലെങ്കിൽ ഒരു മാത്തമാറ്റീഷ്യൻ ഒരു ഐഡിയ ഡിറൈവ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു മരുന്ന് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഒരു വ്യക്തി ഇൻവെന്റ് ചെയ്താൽ, അത് മാർക്കറ്റ് ചെയ്ത് അതിനെ ഒരു കമ്പനിയാക്കി വളർത്തി ആ പ്രോഡക്റ്റ്, ആ കമ്പനിയുടെ മൂല്യം വർദ്ധിക്കുന്നതോടുകൂടിയാണ് അയാൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെന്നി കെ അലക്സ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സെൽഫ് ഫിനാൻസിംഗ് അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഫാദർ അലൻ അലക്സ്, വൈസ് പ്രിൻസിപ്പൽ മേജർ പ്രജേഷ് സി മാത്യു, വകുപ്പ് മേധാവി ശോഭ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലാ മോട്ടോർ മസ്ദൂർ സംഘം തൊടുപുഴ ജോയിന്റ് RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം മോട്ടോർ മസ്ദൂർ സംഘം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MB റജികുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് B അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ഓട്ടോറിക്ഷ ചാർജ് മിനിമം 50 രൂപയ്ക്ക് വർദ്ധിപ്പിക്കുക, ഓട്ടോറിക്ഷ തൊഴിലാളികളെ ESI പരിധിയിൽ ഉൾപ്പെടുത്തുക, സ്വകാര്യ ബസ് വ്യവസായവും തൊഴിലാളികളെയും സംരക്ഷിക്കുക, പെട്രോൾ ഡീസൽ സബ്സിഡി അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ മോട്ടോർ മസ്ദൂർ സംഘം തൊടുപുഴ ജോയിന്റ് RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് B അജിത് കുമാർ അധ്യക്ഷനായി. BMS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MB റജികുമാർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ സാധാരണക്കാർ അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ കേരള ജനത ആകമാനം ഈ സംസ്ഥാനത്തൊരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ന് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം, പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇന്ന് ഈ കേരളത്തിൽ.
ഏതാണ്ട് മോട്ടോർ മേഖല നേരിടുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 2018 മുതൽ നിരവധി പ്രക്ഷോഭ സമരങ്ങൾ നടത്തിയ ഒരു സംഘടന എന്ന നിലയിൽ ഏതാണ്ട് ഈ മോട്ടോർ മേഖല ഇന്ന് ആ മോട്ടോർ വ്യവസായം തന്നെ ഈ കേരളത്തിൽ സ്തംഭിച്ചു നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് സംജാതമായിട്ടുള്ളത്. ആ വ്യവസായവും ആ വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെയും ജീവിതോപാധി മുട്ടി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് BMS ഇതുപോലുള്ള പ്രക്ഷോഭ സമരവുമായി വീണ്ടും രംഗത്തിറങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തില് അടിക്കടി വർദ്ധിച്ചു വരുന്ന പെട്രോളിന്റെ ഡീസലിന്റെയും വില വർധനവ് മൂലം ഈ കേരളത്തിൽ ഏതൊക്കെ സമയത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. പെട്രോളിനും ഡീസലിന്റെ വില വർദ്ധിച്ച പേര് പറഞ്ഞ് ഈ നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് നടക്കുന്ന സമയത്ത് അത് നോക്കി നിൽക്കുന്ന നമ്മുടെ ഗവൺമെന്റിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. നാളിതുവരെയുള്ള ഇടതു വലത് ഭരണത്തിന്റെ പരിണത ഫലമാണ് ഇന്ന് മോട്ടോർ മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. BMS സംസ്ഥാന സമിതി അംഗം P. വിജയൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് C. രാജേഷ്, ഷാജു ഗോപാലൻ, രാജേഷ് സുരേന്ദ്രൻ, KR മനോജ്, വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഖനന നിയമ ഭേദഗതിക്കെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി VD സതീശൻ. പുതിയ ഖനന നിയമ ഭേദഗതി ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്നും ഭരണഘടനയിലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ 18ാം ഇനമായി വരുന്ന ഭൂമിയുടെ അധികാരവും അവകാശവും കേന്ദ്രത്തിന്റെ പരിധിയിലേക്ക് മാറ്റാൻ ശ്രമം നടന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിനിടെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഖനന നിയമ ഭേദഗതിയുടെ പേരിൽ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ 18ാം ഇനമായി വരുന്ന ഭൂമിയുടെ അധികാരവും അവകാശവും കേന്ദ്ര സർക്കാരിൻ്റെ അധികാര പരിധിയിൽ കൊണ്ടുവരുന്നുള്ള നീക്കമാണ്. നാളിതുവരെ ഖനന പാട്ടം നൽകുന്നതിനും അതിനായി സംസ്ഥാന സർക്കാരിന് റോയൽറ്റി, ഇതര ഫീസുകൾ എന്നിവ നിശ്ചയിക്കാനും അധികാരമുണ്ട്. ഭൂമി പൂർണ്ണമായും സ്റ്റേറ്റ് ലിസ്റ്റിലെ, ഭരണഘടനയിലെ സ്റ്റേറ്റ് ലിസ്റ്റിലെ, ഷെഡ്യൂളിലെ സ്റ്റേറ്റ് ലിസ്റ്റിലെ 18ൽ ഉൾപ്പെട്ടു വരുന്നതാണ്. ഭൂമി സംബന്ധിച്ച പൂർണ്ണമായ നിയമനിർമ്മാണ അധികാരം സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിലാണ്. അപ്പോൾ അതൊരു ഫെഡറൽ വ്യവസ്ഥിതിക്ക് വിരുദ്ധമായൊരു നിയമമാണ്. ഇത് കേരളത്തിനെയും വളരെ ഗൗരവതരമായി നമ്മൾ ബാധിക്കും. തീരദേശവും വനവും പോലും ഒഴിവാക്കാതെയാണ് മിനറൽ ബെയറിംഗ് ലാൻഡ് എന്ന നിർവചനത്തിലൂടെ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ കേന്ദ്രം കടന്നുകയറ്റം നടത്തുന്നതിനായിട്ടുള്ള ഭേദഗതി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ അതിശക്തമായിട്ട് എതിർക്കാൻ ഉള്ള തീരുമാനമാണ് സംസ്ഥാനത്തിൻ്റേത്. സംസ്ഥാനത്തിൻ്റെ ആ പ്രതിഷേധവും അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ഫോട്ടോ, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒന്നും വയ്ക്കാനില്ല, ഒരു എംബ്ലം, ഒരു ലോഗോ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലോഗോ അതിൻ്റെ അകത്ത് അവർ കണ്ടീഷനായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അല്ല, അത് MOU വയ്ക്കുമ്പോൾ അത് അംഗീകരിക്കേണ്ടി വരും. ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളൊരു എംപവേർഡ് കമ്മിറ്റി, ചെയർമാനായിട്ടുള്ളൊരു എംപവേർഡ് കമ്മിറ്റിയെ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ റിപ്പോർട്ട് തന്നിട്ടില്ല. അതിപ്പോൾ ഉടനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതിൻ്റെ സ്ട്രാറ്റജിക് കാര്യങ്ങൾ, സെക്യൂരിറ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരാണ് അനുമതി കൊടുക്കേണ്ടത്. അവരത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. രാജാക്കാടിൽ മോട്ടോർ മോഷണം പതിവാകുന്നു. പോലീസിന്റെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്ന് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം സമീപത്തെ വീട്ടിൽ നിന്നും കുടിവെള്ളം എടുക്കുന്ന മോട്ടോർ മോഷണം പോയിരുന്നു. മോട്ടോർ ഓൺ ചെയ്തപ്പോൾ വെള്ളം വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മോട്ടോർ മോഷണം പോയതായി മനസ്സിലായത്. തുടർന്ന് വീട്ടുടമസ്ഥൻ പരാതി നൽകി. മുമ്പും സമാന സംഭവങ്ങൾ പ്രദേശത്ത് ആവർത്തിച്ചിരുന്നു. രാജാക്കാട് മേഖലയിൽ കിണറുകളിലെ മോഷണം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാജാക്കാട് ഈഴക്കുന്നിൽ ഡിൽജോയുടെ കുടിവെള്ളം എടുക്കുന്ന മോട്ടറാണ് മോഷണം പോയത്. ഞായറാഴ്ച മോട്ടോർ ഓൺ ചെയ്തപ്പോൾ വെള്ളം വരാത്തതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് മോട്ടോർ മോഷണം നടത്തിയതായി മനസ്സിലായത്. കിണറ്റിലെ വെള്ളത്തിലിട്ടിരിക്കുന്ന മോട്ടോറിന്റെ വൈദ്യുതി വരുന്ന കേബിളും കെട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് കയറും ഹോസും മുറിച്ചാണ് മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയത്. 1.5 ആഴ്ച മുൻപ് അതേ കിണറിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാങ്ക് ജീവനക്കാരനായി സന്തോഷിന്റെ മോട്ടോർ മോഷ്ടിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. വെള്ളം കയറാതെ വന്നതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഹോസ് മുറിച്ചതായി കണ്ടെത്തിയത്. മുൻപ് കല്ലുവട്ടത്ത് വിജയൻ, ഒറ്റപ്ലാക്കൽ നോബി എന്നിവരുടെ മോട്ടറും ഈ കിണറിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ ഞാൻ വീട്ടിൽ വെച്ച് മോട്ടർ അടിച്ച് നോക്കി, അപ്പം വെള്ളം വന്നില്ല. അതിനുശേഷം ഞാൻ എൻ്റെ കുളമിരിക്കുന്ന ഭാഗത്ത് വന്ന് കിണർ പരിശോധിച്ചപ്പോൾ മോട്ടർ കാണാനില്ല. ഓസ് ചെത്തി എടുത്തിട്ടുണ്ട്, സർവീസ് വയറും ചെത്തി കളഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മോട്ടർ തലേദിവസം രാത്രിയിൽ കള്ളം കൊണ്ടുപോയതായിട്ട്. ഞാൻ രാജാക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും SI വന്ന്
മോട്ടോർ ഇരിക്കുന്ന കിണറും പരിസരവും നോക്കുകയും തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിലെ CCTV ക്യാമറ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തൊട്ട് പ്രദേശത്ത് ഇപ്പോൾ ഈ ഏലക്കായുടെ മോഷണവും ഈ മോട്ടോർ മോഷണമൊക്കെ പതിവായിട്ടുണ്ട്. അതുകൊണ്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഈ ഇങ്ങനെയുള്ള മോഷണങ്ങൾ തടയാനുള്ള അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് പറയാനുള്ളത്. ഈ കിണറ്റിൽ നിന്ന് ഇതിന് മുമ്പും ഒറ്റപ്പിളാക്കിയ നോവിയുടെ മോട്ടറും മോഷണം പോയിട്ടുണ്ട്, കല്ലുവട്ടത്ത് മണിയുടെ മോട്ടറും മോഷണം പോയിട്ടുണ്ട്. അതിൻ്റെയും പ്രതികളെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള മോഷണങ്ങൾക്കെതിരെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധ പതിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് പറയാനുള്ളത്. ബൈപ്പാസ് റോഡിന് സമീപത്തുള്ള ഈ കിണറിൽ നിന്നും 6ഓളം വീട്ടുകാർ മോട്ടോർ വെച്ച് വെള്ളമെടുക്കുന്നുണ്ട്. മോഷണം സംബന്ധിച്ച് ഡിൽജോ രാജാക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായി മോഷ്ടാക്കളെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. ലയൺസ് ഇന്റർനാഷണൽ 318C റീജിയണൽ 7 ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ഇൻസ്റ്റാളേഷൻ പ്രോജക്റ്റായ ലയൺസ് ബ്രീഫ് ഓഫ് ഹോപ്പ് ആൻഡ് ലൈറ്റിംഗ് ലൈവ്സ് BLDC ഫാനുകളുടെ വിതരണോദ്ഘാടനം തൊടുപുഴ ലയൺസ് ഈസ്റ്റ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ CA റോയ് വർഗീസ് PMJF നിർവഹിച്ചു. ലയൺസ് ഇന്റർനാഷണൽ 318C റീജിയൻ 7 ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ പ്രോജക്റ്റായ ലയൺസ് ബ്രീസ് ഓഫ് ഹോപ്പ് ആൻഡ് ലൈറ്റിംഗ് ലൈവ്സ് BLDC ഫാനുകളുടെ വിതരണോദ്ഘാടനം തൊടുപുഴ ലയൺസ് ഈസ്റ്റ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ CA റോയ് വർഗീസ് നിർവഹിച്ചു. നമ്മുടെ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു വലിയ വടവൃക്ഷം പോലെ തന്നെയാണ്. താഴേക്ക് ശക്തമായ വേരുകളുള്ള ഒരു വലിയൊരു വൃക്ഷം. അതല്ലെങ്കിൽ 200-പരം രാജ്യങ്ങളിലും 13,70,000 മെമ്പേഴ്സുമായിട്ട് ഇപ്പോഴും ഇത് നിലനിൽക്കാൻ സാധിക്കും. എത്രയോ നല്ല സേവനങ്ങളാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ആ വേരുകൾ ഭയങ്കര സ്ട്രോങ് ആണ്. നല്ലൊരു വൃക്ഷമായിട്ട് നിൽക്കണമെങ്കിൽ അടിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വേരുകൾ ശക്തമായിട്ടുണ്ടായിരിക്കണം. അത് സേവനത്തിലൂന്നിയ വേരുകളാണ്. ആ വേരുകളിലൂടെയാണ് സമൂഹത്തിന് നമ്മൾ കാരുണ്യത്തിൻ്റെ കരുതൽ നമ്മൾ നൽകുന്നത്. റീജിയൻ ചെയർമാൻ ജെയ്സൺ ജോയ് ചടങ്ങിൽ അധ്യക്ഷനായി. സോൺ ചെയർമാൻ സാബു എ മാത്യു സ്വാഗതം ആശംസിച്ചു. ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ ഷിൻ സെബാസ്റ്റ്യൻ, സോൺ ചെയർമാൻ ഡോക്ടർ ഷാജി VN, സൈജൻ സ്റ്റീഫൻ, KJB തോമസ് തുടങ്ങിയ ഡിസ്ട്രിക്ട് ഭാരവാഹികൾ ആശംസകൾ അർപ്പിച്ചു. റീജിയണൽ ജനറൽ സെക്രട്ടറി ജോബി ജോർജ് ചടങ്ങിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദിവസവും ഇലയിൽ സദ്യ വിളമ്പുന്ന തൊടുപുഴ AR ബേക്കേഴ്സ് ആൻഡ് വെജ് റെസ്റ്റോറൻറ്റിൽ ഓണത്തിനോടനുബന്ധിച്ച് സ്പെഷ്യൽ സദ്യ തൊടുപുഴ വെങ്ങലൂർ കോലാനി ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന AR ബേക്കേഴ്സ് ആൻഡ് വെജ് റെസ്റ്റോറൻറ്റിൽ ഓഗസ്റ്റ് 20 മുതൽ ഇല ഉൾപ്പെടെ 30 ഇനങ്ങളുമായാണ് സദ്യ വിളമ്പുന്നത്. കൂടാതെ തിരുവോണത്തിനുള്ള കോംബോ സദ്യയുടെ ബുക്കിങ്ങും ആരംഭിച്ചിരിക്കുകയാണ്. വീട്ടിൽ സദ്യ ഒരുക്കുന്നതിന് അസൗകര്യമുള്ള കുടുംബങ്ങൾക്ക് രുചികരമായ സദ്യയാണ് AR ബേക്കേഴ്സ് ആൻഡ് വെജ് റെസ്റ്റോറൻറ്റിന് ഒരുക്കിയിരിക്കുന്നത്. സദ്യയില്ലാതെ എന്ത് ഓണമല്ലേ? പൂക്കളം കഴിഞ്ഞാൽ ഓണത്തിന്റെ പ്രധാന ആകർഷണം തന്നെ സദ്യയാണ്. 100 കൂട്ടം വിഭവങ്ങളുണ്ടെങ്കിലും സദ്യ കേമമാകണമെങ്കിൽ മലയാളിക്ക് നല്ല വാഴയില തന്നെ വേണം. അതും നല്ല തൂശനില. അതിൽ ആവി പറക്കുന്ന തുമ്പപ്പൂ നിറമുള്ള ചോറും പരിപ്പും പപ്പടവും പഴവും പായസവും എല്ലാം നിറഞ്ഞ് രുചിയുടെ സമ്മേളനം തന്നെയായിരിക്കും. ഇലയിൽ സദ്യ അറിഞ്ഞു കഴിക്കുമ്പോൾ വയറും മനസ്സും നിറയും. ദിവസവും ഇലയിൽ സദ്യ വിളമ്പുന്ന തൊടുപുഴ AR ബേക്കേഴ്സ് ആൻഡ് വെജ് റെസ്റ്റോറന്റിൽ ഓണത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ സദ്യയാണ് ഒരുക്കുന്നത്. ഇല ഉൾപ്പെടെ 30 ഇനങ്ങളുമായാണ് സ്പെഷ്യൽ സദ്യ ഒരുക്കുന്നത്. തൊടുപുഴ വെങ്ങലൂർ കോലാനി ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന AR ബേക്കേഴ്സ് ആൻഡ് വെജ് റെസ്റ്റോറന്റിൽ ഓഗസ്റ്റ് 20 മുതലാണ് സ്പെഷ്യൽ സദ്യ വിളമ്പുന്നത്. തിരുവോണത്തിന് 5 പേർക്ക് കഴിക്കാവുന്ന കോംബോ പാക്കും ലഭ്യമാണെന്ന് AR ബേക്കേഴ്സ് ആൻഡ് വെജ് റെസ്റ്റോറന്റ് മാനേജ്മെന്റ് അറിയിച്ചു. 30 ഇനങ്ങളുമായാണ് സ്പെഷ്യൽ ഓണസദ്യ ഒരുക്കിയിരിക്കുന്നത്. തിരുവോണത്തിൻ്റെ അന്ന് തിരുവോണത്തിന് 5 പേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള കോംബോ പായ്ക്കായിട്ടാണ് നമ്മൾ ഓണസദ്യ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വർഷവും വിപുലമായ രീതിയിൽ തന്നെയാണ് ഓണസദ്യ ഒരുക്കുന്നത്. ഓണസദ്യയോടൊപ്പം തന്നെ
വിവിധയിനം പായസം എല്ലാ ദിവസവും ഉണ്ട്. ഓണത്തോടനുബന്ധിച്ച് വിവിധയിനം പായസങ്ങളുണ്ട്. അതോടൊപ്പം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ ചിപ്സ്, മറയൂർ ശർക്കരയിൽ തയ്യാറാക്കിയ ശർക്കര വരട്ടി, അതുപോലെ തന്നെ ചീട. പായസമാണെങ്കിൽ പോലും മറയൂർ ശർക്കരയിൽ തയ്യാറാക്കിക്കൊണ്ടാണ് പായസം വിതരണം ചെയ്യുന്നത്. വിപുലമായ രീതിയിൽ തന്നെയാണ് ഓണാഘോഷത്തെ വരവേൽക്കുവാൻ ARഉം ഒരുങ്ങിയിരിക്കുന്നത്. സദ്യ കൂടാതെ ചിപ്സും മറയൂർ ശർക്കര കൊണ്ടുണ്ടാക്കിയ പായസവും ശർക്കര വരട്ടിയും ലഭ്യമാണ്. ദിവസവും ഇലയിൽ സദ്യ വിളമ്പുന്ന AR ബേക്കേഴ്സ് ആൻഡ് വെജ് റെസ്റ്റോറന്റ് രുചികരമായ ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ശബരി റെയിൽവേക്ക് പച്ചക്കൊടി. തേനി എരുമേലി റെയിൽപാത യാഥാർത്ഥ്യത്തിലേക്ക്. തമിഴ്നാട്ടിലെ തേനിയിൽ നിന്ന് ആരംഭിച്ച് പശ്ചിമഘട്ടം മുറിച്ചു കടന്ന് കേരളത്തിലെ എരുമേലിയിലെത്തുന്ന പുതിയ ബ്രോഡ് ഗേജ് ശബരി റെയിൽവേ പാതയുടെ പ്രാഥമിക സർവേ നടപടികൾക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള 4ാമത്തെ റെയിൽവേ ബന്ധമായി ഇത് മാറും. പദ്ധതിയുടെ ആകെ നീളം 95 കിലോമീറ്ററാണ്. ഇതിൽ തമിഴ്നാട്ടിൽ 65 കിലോമീറ്ററും കേരളത്തിൽ 30 കിലോമീറ്ററും പാത കടന്നു പോകുന്നു. ഈ റെയിൽവേ പദ്ധതിക്കായി ആകെ 9,300 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. റൂട്ടിൽ ആകെ 9 റെയിൽവേ സ്റ്റേഷനുകൾ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൂടെയും കനത്ത വനമേഖലകളിലൂടെയും പാത കടന്നു പോകുന്നതിനാൽ ആകെ ദൂരത്തിൽ 20 കിലോമീറ്ററോളം ഭൂഗർഭ തുരങ്കപാതയായിരിക്കും നിർമ്മിക്കുക. ഈ പുതിയ റെയിൽപാത വരുന്നതോടെ ശബരിമല തീർത്ഥാടകർക്ക് ഏറെ സുഗമമായ യാത്രാ സൗകര്യമൊരുങ്ങും. കൂടാതെ ഇടുക്കി, കോട്ടയം തുടങ്ങിയ കേരളത്തിലെ മലയോര മേഖലകളിലുള്ള ജനങ്ങൾക്ക് തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലേക്കും വളരെ എളുപ്പത്തിലും കുറഞ്ഞ സമയത്തിലും എത്തിച്ചേരാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, കുമളി. വിദ്യാർത്ഥികളുടെ സംരംഭകത്വ നൈപുണ്യം വർദ്ധിപ്പിക്കുവാൻ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഉൽപ്പന്ന പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചു. കൊമേഴ്സ് ദിന ആഘോഷത്തോടനുബന്ധിച്ചാണ് മേള സംഘടിപ്പിച്ചത്. എക്സിബിഷന്റെ ഉദ്ഘാടനം ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെന്നി കെ അലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റുള്ളവർക്ക് ജോലി നൽകാൻ പ്രാപ്തിയുള്ള സംരംഭകരെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് സെൽഫ് ഫിനാൻസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചത്. നിലവിൽ വിവിധ തരത്തിൽ സംരംഭകരായ വിദ്യാർത്ഥികളാണ് സ്റ്റാൾ ഒരുക്കിയത്. ഗിഫ്റ്റ് ഹാമ്പർ, മിക്സ്ചർ, കൂൺ, തേൻ, മെഹന്തി സർവീസ്, ഫോട്ടോ ഫ്രെയിം തുടങ്ങി 9ഓളം സ്റ്റാളുകളാണ് ഒരുക്കിയിരുന്നത്. പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് നിർവഹിച്ചു. മേളയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് വകുപ്പ് മേധാവി ശോഭ തോമസ് പറഞ്ഞു. ഇന്റർനാഷണൽ കൊമേഴ്സ് ഡേയോടനുബന്ധിച്ച് 3 വ്യത്യസ്ത പരിപാടികളാണ് നമ്മളിവിടെ ന്യൂമാൻ കോളേജിന്റെ ബാനറിൽ നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലാദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മളൊരു ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിനകത്തും പിള്ളേർ പങ്കെടുക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് എക്സിബിഷൻ കം സെയിൽ, അത് വിദ്യാർത്ഥികളുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് അവർ വിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പം അതിനകത്ത് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ഇതിനോടകം തന്നെ പകുതിയിലേറെ സാധനങ്ങളും ഇതിനോടകം തന്നെ നമുക്ക് വിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. സംരംഭകത്വത്തിന്റെ പുത്തൻ അറിവുകൾ നൽകുന്ന മികച്ച അനുഭവമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. ഓൺലൈനായി സേവനങ്ങളും വിൽപ്പനയും നടത്തിയിരുന്നവർക്ക് ഓഫ്ലൈനായി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ അവസരമാണ് ലഭിച്ചത്. നിരവധി പേരാണ് പ്രദർശനം കാണുവാനും സാധനങ്ങൾ വാങ്ങുവാനും എത്തിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഞ്ഞു മൂടിയ മൂന്നാറിന്റെ മലനിരകൾക്ക് വീണ്ടും നീല നിറത്തിന്റെ വസന്തം. ഇടുക്കി മൂന്നാർ ഇക്ക നഗറിലെ മലഞ്ചെരുവുകളിൽ നീലക്കുറിഞ്ഞി വ്യാപകമായി പൂത്തു തുടങ്ങി. മൂന്നാറിന്റെ പ്രകൃതി ഭംഗിക്ക് കൂടുതൽ നിറം പകരുന്ന അപൂർവ കാഴ്ചയാണിത്.
മൂന്നാറിന്റെ മലനിരകളിൽ ഇപ്പോൾ പ്രകൃതി ഒരുക്കുന്നത് ഒരു വേറിട്ട കാഴ്ചയാണ്. പച്ചപ്പിന്റെ പുതുപ്പണിഞ്ഞ മലഞ്ചെരുവുകൾക്കിടയിൽ നീല നിറം പടർത്തി നീലക്കുറിഞ്ഞി പൂത്തു തുടങ്ങിയിരിക്കുകയാണ്. മൂന്നാർ നല്ലതണി റോഡ്, ഇക്കാനഗർ, ചൊക്കരമുടി തുടങ്ങി വിവിധ മേഖലകളിലെ മലനിരകളിലാണ് നീലക്കുറിഞ്ഞിയുടെ പൂക്കാലം ആരംഭിച്ചത്. എന്നാൽ ഇക്കാനഗറിലെ മലനിരകളിലാണ് ഇപ്പോൾ നീലക്കുറിഞ്ഞി ഏറ്റവും വ്യാപകമായി പൂത്തു തുടങ്ങിയിരിക്കുന്നത്. ദൂരക്കാഴ്ചയിൽ പച്ചപ്പിന് മുകളിൽ നീല നിറം വിതറിയതുപോലെ തോന്നിക്കുന്ന മലഞ്ചെരുവുകൾ, അടുത്തെത്തുമ്പോൾ ചെറുപൂക്കൾ ചേർന്നൊരുക്കുന്ന അതിമനോഹരമായ കാഴ്ച. മൂന്നാറിന്റെ പ്രകൃതി ഭംഗിക്ക് പുതിയൊരു നിറം നൽകുകയാണ് ഈ നീല വസന്തം. நாளைக்கு முன்னாடி இதே லேக்ல வந்து 1-2 செடியில தான் குறிஞ்சி பூ பூத்துருந்துச்சு. இன்னைக்கு வந்து பார்த்தா மழை வெறிச்ச உடனே அந்த மழை ஃபுல்லா குறிஞ்சி பூ நல்லா பூத்து குலுங்குது. அப்ப குறிஞ்சி பூவை பார்க்க நிறைய கெஸ்ட் இங்க வர்றவங்க குறிஞ்சி பூ பார்க்காம நிறைய பேர் ஏமாந்து போறாங்க. அப்ப இல்லாம இப்ப இந்த டைம் கரெக்டான டைம், இந்த டைமுக்கு வந்தாங்கன்னா குறிஞ்சி பூ நல்லா பார்க்கலாம், பார்க்கறதுக்கும் நல்லா இருக்கு, குறிஞ்சி பூ நல்லா பூத்து കുലുങ്ങുது. സാധാരണയായി മഞ്ഞും മലയും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്നത്. എന്നാൽ ഇത്തവണ നീലക്കുറിഞ്ഞിയുടെ പൂക്കാലവും സഞ്ചാരികൾക്ക് ഒരു അധിക കൗതുകമായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ഥലമാറ്റ ഹത്യക്കെതിരെ FSCTO കളക്ടറേറ്റ് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി അംഗം CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച ചരിത്ര പ്രസിദ്ധമായ നെടിയശാല പള്ളി കുദാശയ്ക്കും മാതാവിന്റെ 8 നോമ്പ് തിരുനാൾ ആഘോഷങ്ങൾക്കും ഒരുങ്ങി. ഓഗസ്റ്റ് 15 പാലാ രൂപതാ മെത്രാൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ സ്വാശ്രയ വിഭാഗമായ ന്യൂമാൻ സെൽഫ് ഫിനാൻസിംഗ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര കൊമേഴ്സ് ദിനം ആഘോഷിച്ചു. കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും ജിയോജിത്ത് തൊടുപുഴ ശാഖാ മാനേജറുമായ ജിമ്മി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ മോട്ടോർ മസ്ദൂർ സംഘം തൊടുപുഴ ജോയിന്റ് RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം മോട്ടോർ മസ്ദൂർ സംഘം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് AP രജികുമാർ ഉദ്ഘാടനം ചെയ്തു. ഖനന നിയമ ഭേദഗതിക്കെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി VD സതീശൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.